അഗ്നിസാക്ഷി ഭാഗം 20. ജിതൻ പതിയെ അവൻ്റെ അരികിലേക്ക് വന്നു. കാശി, എന്താണ് നമ്മൾ ചെയ്യുക? പാർവതിയെ കാണാൻ നിന്ന് അവരോട് എങ്ങനെ പറയും? നീ അവളെ തല്ലിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ അവരൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല. എവിടെയെന്ന് വെച്ചാടാ പോയി അന്വേഷിക്കുക. അവൾക്ക് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തിരിച്ച് രണ്ട് തല്ല് മതിയായിരുന്നില്ലേ? ഇങ്ങനെ ചെയ്യണം. അവന് ദേഷ്യവും സങ്കടവും വന്നു. കാശി, നമുക്ക് അവളുടെ നാട്ടിലൊന്ന് ചെന്ന് അന്വേഷിച്ചാലോ? ചിലപ്പോൾ അവൾ അങ്ങോട്ട് പോയി കാണുമോ? ജിതൻ പറഞ്ഞത് കേട്ട് അവൻ ഒരു നിമിഷം ശാന്തനായി തലച്ചിരിച്ച് അവനെ നോക്കി. അത് ശരിയാണ്, നീ വാ, നമുക്ക് ഇപ്പം തന്നെ പോകാം. അതും പറഞ്ഞ് ഇരുവരും ചെന്ന് കാറിൽ കയറി. ഗേറ്റ് തുറന്ന് ഇലകൾ വീണ് കിടക്കുന്ന വലിയ വീട്ടുമുറ്റത്തേക്ക് ജിതനും കാശിയും കയറി ചെന്നു. പഴമ വിളിച്ചോതുന്ന ഓടുമേഞ്ഞ വീടിൻ്റെ മുന്നിൽ അവർ ചെന്ന് നിന്നു. വാതിൽ താഴിട്ട് പൂട്ടിയിരിക്കുന്നു. കണ്ടിട്ട് കുറേ വർഷങ്ങളായി ആൾ താമസമില്ലാത്തതുപോലെ തോന്നി. എടാ, ഇവിടെ ആരുമില്ലെന്നാണ് തോന്നുന്നത്. ഇത് തന്നെയാണ് അവളുടെ വീട്? അതെ, അന്ന് ഇവിടെ വന്ന് തന്നെയാണ് അവളുടെ അച്ഛനെയും അമ്മയും കണ്ടതും പരിചയപ്പെട്ടതും സംസാരിച്ചതൊക്കെ. പക്ഷെ കണ്ടിട്ടൊരു ഭാർഗവീ നിലയം പോലെയുണ്ട്. ഇവിടെ ആൾ താമസമില്ലാതായിട്ട് തന്നെ വർഷങ്ങളായെന്ന് തോന്നുന്നു. ഇതവർ ആർക്കെങ്കിലും വിൽക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവോ? ജിതൻ ചോദിച്ചു. ഈ സമയം അതുവഴി പോവുകയായിരുന്ന ഒരു വഴിപോക്കൻ പരിചയമില്ലാത്ത 2 പേരെ കണ്ട് അവിടേക്ക് വന്നു. അതെ, നിങ്ങളാരാ? എന്താ ഇവിടെ കാര്യം? അയാൾ ചോദിച്ചു. അത് ചേട്ടൻ ഈ പരിസരത്തുള്ള ആളാണോ? ജിതൻ ചോദിച്ചു. അതെ, എന്താ വേണ്ടത്? അത് ഞങ്ങളിവിടെ ഒരാളെ അന്വേഷിച്ചു വന്നത്. ആരെ? അത് ഇത് തന്നെയല്ലേ രാഘവ മാഷ്ടെ വീട്? കാശി ചോദിച്ചു. അത് 2 സൂക്ഷിച്ച് നോക്കി. നിങ്ങളാരാ? മാഷുടെ ശിഷ്യന്മാരാണോ? ആ അതെ, മാഷൊന്ന് കാണാൻ വന്നതാ. മാഷില്ലേ ഇവിടെ? ജിതൻ പെട്ടെന്ന് ചോദിച്ചു. അതിന് മാഷ് ഇതൊക്കെ ഹാജിയാർക്ക് വിട്ടിട്ട് പോയല്ലോ. വിറ്റിട്ട് പോകാനോ? എങ്ങോട്ട്? അമേരിക്കയിലേക്ക്. അമേരിക്കയിലേക്കോ? ജിതൻ വിശ്വാസം വരാതെ ചോദിച്ചു. അതെ, 2 വർഷമായി കാണും. അപ്പോൾ മാഷ്ടെ ഭാര്യയും മക്കളൊക്കെ? ഓ, അതൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. മാഷിന് ഒരേ ഒരു മോളാണ് ഉണ്ടായിരുന്നത്, ശ്രീ പാർവതി. പാർവതി ദേവിയെപ്പോലെ തന്നെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയായിരുന്നു അവൾ. നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു അവൾ. എറണാകുളത്തുള്ളൊരു കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായി. വിവാഹത്തിന് വീട്ടുകാരെ സമ്മതിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയാൽ അവൻ പിന്നെ മടങ്ങി വന്നില്ല. ഒരു ദിവസം അമ്പലത്തിൽ പോയി ആ കൊച്ച് കാണുന്നത് മറ്റൊരു പെണ്ണിനെ കേട്ട് നിൽക്കുന്ന അവനെയാണ്. അതോടെ ആ കൊച്ചിൻ്റെ മനസ്സിൻ്റെ താളം തെറ്റി. പിന്നെ കുറേ കാലം ദൂരെ എങ്ങാണ്ടോ ഉള്ളൊരു മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു. തലക്കടിയേറ്റതുപോലെ കാശിനാഥൻ തറഞ്ഞു നിന്ന് പോയി. എന്ത്? പാർവതി മെൻ്റൽ ഹോസ്പിറ്റലിൽ? അവൻ വിശ്വാസം വരാതെ ചോദിച്ചു. ആ അതെ, ഒരു 1.5 വർഷത്തോളം അവിടെ ആയിരുന്നു. പിന്നെ രോഗമൊക്കെ മാറി ഇവിടേക്ക് വന്നെങ്കിലും പഴയ ഉത്സാഹമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും കഥ കടിച്ച് മുറിയിൽ തന്നെ ഇരിപ്പായിരുന്നു. മകളുടെ ജീവിതം തകർന്നത് കണ്ട് മനന്നതാ മാഷിൻ്റെ ഭാര്യ പോയത്. അതോടെ മാഷ് ആകെ തകർന്നു. അപ്പോഴാണ് അമേരിക്കയിൽ നിന്ന് മാഷിൻ്റെ പെങ്ങൾ രേവതി നാട്ടിലേക്ക് വന്നത്. മാഷിൻ്റെയും മോളുടെ അവസ്ഥ കൊണ്ട് അവരെ തനിച്ച് ഇവിടെ നിർത്തിപ്പോകാൻ രേവതിക്ക് തോന്നിയില്ല. അതുകൊണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് അമേരിക്കയിലേക്ക് പോയി. ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ മാസം ഹംസക്കയുടെ മോൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോഴാണ് അറിഞ്ഞത് 5-6 മാസം മുമ്പേ മാഷ് മരിച്ചെന്ന്. അപ്പോൾ പാർവതി? ജിതൻ ചോദിച്ചു. ഒരിക്കൽ പാന്തം വന്ന കൊച്ചല്ലേ, അതിനവർ നോക്കുന്നുണ്ടോ അതോ വല്ലയിടത്തും കൊണ്ടുപോയി കളഞ്ഞു എന്ന് ആർക്കറിയാം. അതിൻ്റെ വിധി. ആ പെങ്കൊച്ചിനെ പ്രേമിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ കുടുംബമായ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും. അവൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊരവനെ കൂടിച്ചെന്ന് അവനെ തല്ലിക്കൊന്നെ. പാവം, ആ മാഷിൻ്റെ പെണ്ണിൻ്റെ ശവം ഒരു കാലത്ത് അവനെ വിട്ടു പോവില്ല. അനുഭവിക്കും അവൻ. അയാൾ രോഷത്തോടെ പറഞ്ഞുകൊണ്ട് നടന്നു. എല്ലാം കേട്ട് തളർച്ചയോടെ കാശിനാഥൻ വരാന്തയിൽ ഇരുന്നു. മുഖം പറ്റി അവൻ പൊട്ടിക്കരഞ്ഞു. കാശി, എന്താണ് ഇത്? ഇങ്ങനെ കരയാതെ. ജിതൻ അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചിത്തു, എൻ്റെ പാറു, ഞാൻ കാരണമല്ലേ അവൾ എന്നെ നഷ്ടപ്പെട്ടാൽ അത് തൻ്റെ മരണത്തിൻ്റെ തുല്യമാണെന്ന് അവൾ പല തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവനൊരു മാത്രം നിർത്തി. അന്ന്
ആകെ തകർന്നു നിൽക്കുന്ന വീണയുടെ മുഖം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. തുണയായി ഉണ്ടായിരുന്ന അച്ഛനും കയറിക്കിടക്കാനുണ്ടായിരുന്ന കിടപ്പടവും നഷ്ടപ്പെട്ട് എവിടേക്ക് പോകണമെന്നറിയാതെ തകർന്നു നിന്ന അവളെ കൈപിടിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയല്ലാതെ എനിക്ക് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് പകരമായി എൻ്റെ പാറുവിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നോടുള്ള വെറുപ്പുകൊണ്ട് അവൾ വേറെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കട്ടെ എന്ന് ഞാൻ കരുതിയുള്ളൂ. അതുകൊണ്ടാണ് അവളുടെ പിറകെ ഞാനങ്ങ് പോകാതിരുന്നത്. പക്ഷേ അവളുടെ മനസ്സിൻ്റെ താളം തന്നെ അന്നും അതുപോലെ തെറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു കുടുംബം തന്നെ ഞാൻ കാരണം തകർന്നില്ലേ? ഇതെന്ത് പ്രായശ്ചിത്തം ചെയ്താലാ അതിന് പരിഹാരമാവുക? അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ജിതനും അത് കണ്ട് വിഷമം തോന്നി. കാശി, ഒന്നും ആരും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. പാറുവിനെ നീ ഭാര്യയെ അംഗീകരിക്കുക. അവൾ നിന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. നിൻ്റെ കൂടെ ജീവിക്കാൻ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം സഫലമാക്കി കൊടുക്കുക. ഒരായുസ് മുഴുവൻ കൊടുക്കേണ്ട സ്നേഹം നീ കൊടുക്കുക. അതാ നിനക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പ്രായശ്ചിത്തം. അത് കേട്ടതും അവൻ എന്തോ ആലോചിച്ചു. പിന്നെ തല കുലുക്കി. വാ, നമുക്ക് അവളെ അന്വേഷിക്കാം. അതും പറഞ്ഞ് കണ്ണുകൾ തുടച്ചുകൊണ്ട് ജിതനോടൊപ്പം കാശി പുറത്തേക്ക് നടന്നു. നാട് മുഴുവനും ഇരുവരും ശ്രീപാർവതി അന്വേഷിച്ച് നടന്നു. എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ നിരാശയോടെ സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിടന്ന് കരയവേ അവൻ്റെ ഫോൺ അടിച്ചു. ഡിസ്പ്ലേയിൽ വീണയുടെ പേര് കണ്ടതും അവനൊന്ന് സംശയിച്ചു. പിന്നെ കോളെടുത്തു. ഹലോ കാശിയേട്ടാ, പാറു തിരിച്ചു വന്നു, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. എന്ത് സത്യമാണോ നീ പറയുന്നത്? അതെ കാശിയേട്ടാ, കാശിയേട്ടാ വേഗം ഇങ്ങോട്ട് വാ. ശരി. അവൻ ഫോൺ വെച്ച് വേഗം വണ്ടി തിരിച്ചു. മുറ്റത്ത് വണ്ടി നിർത്തി കാശി വേഗം ചാടിയിറങ്ങി. വീണ വരാതയിലേക്ക് വന്നു. വീണ, എൻ്റെ പാറു എവിടെ അവള്? അവൻ ആകാംക്ഷയോട് ചോദിച്ചു. മുറിയിലുണ്ട്. അവൻ വേഗം മുറിയിലേക്ക് ഓടി. ജനാലക്കരിയിൽ കമ്പിയും പിടിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പാർവതിയെ കണ്ടതും അവൻ ആശ്വാസത്തോടെ നിന്ന് കിതച്ചു. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പാറു, ഇടറുന്ന ശബ്ദത്തിൽ അവൻ വിളിച്ചതും അവൾ തലചരിച്ച് അവനെ നോക്കി. സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അവൻ അവളെ കെട്ടിപ്പിടിച്ചു. കണ്ണിൽ, കവിളിലും നെറ്റിയിലും കഴുത്തിലുമെല്ലാം തുറി ഉമ്മ വെച്ചതും അവൻ്റെ ആ പ്രവൃത്തിയിൽ ആകെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു പാർവതി. തുടരും.